ഒന്നാം ഭാഗം നിങ്ങൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാം ഭാഗം. കെമിസ്ട്രിയുടെ മുമ്പോട്ടുള്ള പഠനങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കൂടി പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഇവ. മാത്തമാറ്റിക്സ് പഠനത്തിൽ ഗുണന പട്ടികകൾ എത്ര പ്രാധാന്യമുള്ളതാണോ അത്രയും പ്രധാനമാണ് കെമിസ്ട്രിക്ക് മേൽപ്പറഞ്ഞ ടോപ്പിക്സ്. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ കെമിസ്ട്രി ചാപ്റ്ററായ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് എക്വേഷൻസ് മേൽപ്പറഞ്ഞ ടോപ്പിക്കുകളുടെ നേർത്തുടർച്ചയാണ്. അവിടെയാണ് പതിയിരിക്കുന്ന അപകടം. പഠിക്കാൻ ഏറ്റവും പ്രയാസമുള്ള വിഷയം ഫിസിക്സ് ആണ്. അതിന് കാരണം ഫിസിക്സിൽ ഏറിയ പങ്കും മാത്തമാറ്റിക്സ് ആണ്. 9ാം ക്ലാസ്സിലെ മോഷൻ, ഫോഴ്സസ്, ഗ്രാവിറ്റേഷൻ, വർക്ക് ആൻഡ് എനർജി, സൗണ്ട് എന്നിവ 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ഫിസിക്സിന്റെ അടിസ്ഥാന പാഠങ്ങളാണ്. 4. ഇംഗ്ലീഷിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ. നല്ല ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി 4ാം ക്ലാസ് ആകുമ്പോഴേക്കും ഫ്ലുവന്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാവീണ്യം നേടും. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൊണ്ട് തങ്ങളുടെ കുട്ടികൾ ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടിയെന്ന് പല പേരൻസും തെറ്റായി ധരിക്കുന്നു. യഥാർത്ഥ ഇംഗ്ലീഷ് അതല്ല. കേരളത്തിലെ ഏത് സാധാരണക്കാരനും മലയാളം ഭംഗിയായി സംസാരിക്കും. അതിന് സ്കൂളിൽ പോകണം എന്ന് പോലുമില്ല. എന്നാൽ ഒരു സാധാരണക്കാരന് 10ാം ക്ലാസ്സിലെ ഒരു മലയാളം ചോദ്യപേപ്പർ കൊടുത്താൽ അയാൾക്ക് എത്ര മാർക്ക് കിട്ടും? 10 മാർക്ക് പോലും കിട്ടുകയില്ല. ഇംഗ്ലീഷിനെ കുറിച്ചുള്ള മറ്റ് പ്രധാന കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അടുത്ത ഭാഗങ്ങൾ കേൾക്കാനായി ദയവായി സബ്സ്ക്രൈബ് ചെയ്തു ബെൽ ഐക്കണും അമർത്തുക.